സ്തോത്രം. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുമോ? ഇനി ഞാൻ ഒരിക്കലും പോവുകയില്ല, പാപ ജീവിതത്തിലേക്ക് ഞാൻ ഇനി പോവുകയില്ല എന്നുള്ള തീരുമാനമുള്ളവർ നല്ല ശബ്ദത്തിൽ പറയണം, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ജീവിക്കും ഞാനിനി ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് വേണം നമ്മുടെ ഓരോ സെക്കൻഡും നാം ജീവിക്കാനായിട്ട്. പ്രിയപ്പെട്ട ദൈവമക്കൾ, പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത, അതിമനോഹരമായ പാട്ട്, എന്ത് മനോഹരമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് അതിമനോഹരമായ പാട്ട് പാടുന്നു. എന്നാൽ ദൈവമക്കൾ ഒരുമിച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാം ഏറ്റെടുക്കുകയാണ്. ഒരല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യിരെമ്യാപ്രവാചകൻ്റെ പുസ്തകം 8:11 വാക്യം, സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. അവർ എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. അതിൻ്റെ തൊട്ട് മുമ്പിൽ 10 വാക്യം അവസാന ഭാഗം മാത്രം ഒന്ന് വായിക്കാം. അവരൊക്കെയും പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. ശ്രദ്ധിച്ച് കേട്ടോളും നാം ഓരോരുത്തരും. അവരൊക്കെയും ആബാലവൃത്തം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാർ പള്ളിയിൽ അച്ഛൻ എന്നാണ് പറഞ്ഞത്. അല്ല, നാം ആരാണ്? ഉറക്കെ പറഞ്ഞോളൂ. രാജകീയ പുരോഹിത വർഗമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രവാചകന്മാരും പുരോഹിതന്മാരും പിന്നെ ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. തൊട്ടടുത്ത ബാക്കി വായിച്ചു. സമാധാനമില്ലാതിരിക്കെ, ഇങ്ങനെ വ്യാജമെല്ലാമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃത്തം ജനങ്ങളും വ്യാജം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങനെയെല്ലാം ആണെങ്കിലും എന്താണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ ആത്മാവോട് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, സമാധാനമില്ലാതിരിക്കെ, വാസ്തവമായ ഹൃദയത്തിൻ്റെ സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം തിരിഞ്ഞു നോക്കിയാൽ നാം ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വലിയ വലിയ വീര്യപ്രവൃത്തികളുണ്ട്. ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല, അതെല്ലാം വേണമല്ലോ. എന്നാൽ പ്രവാചകന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അനേകരെന്ത് ചെയ്യുകയാണെന്നാണ് തിരുവചനം പറയുന്നത്? സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. നമ്മെ ലഘുവായി ചികിത്സിച്ചാൽ നാം നാശത്തിലേക്ക് പോകും. ഒരിക്കലും പാപത്തോട് കോംപ്രമൈസ് ഒരു ജീവിതം നാം ഇവിടെ കൂടി വരുന്ന ദൈവമക്കൾക്കുണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ എന്നും പാപത്തോട് എതിർത്ത് നിന്നോളണം. പാപത്തോട് പ്രാണത്യാഗത്തോളം പോരാടണമെന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ് എബ്രായ ലേഖനത്തിൽ. പാപത്തോട് പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് വേണം? പാപം വരരുത്. അങ്ങനെയാണെങ്കിൽ അല്പം പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നാം മുദ്ര പോവുകയില്ല, ഒരു കാരണവശാലും മുദ്ര നഷ്ടപ്പെടുകയില്ല. ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. വളരെ വളരെ കൃത്യമായി നാം ഓരോന്നോരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, എന്ന് നമ്മൾ കടന്നു പോയാലും നാം മുദ്രയുള്ളവരായി കടന്നു പോകണം. അതിന് വേറെ വഴിയൊന്നുമില്ല, കുറുക്ക് വഴിയൊന്നുമില്ല. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്
ആ യഥാർത്ഥമായി സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം നിങ്ങളിപ്പോൾ എല്ലാവരും മരിച്ചാൽ ദൈവരാജ്യത്തിൽ എത്തിക്കൊള്ളും, കൈ ഉയർത്തിയാൽ മതി എന്ന് പറയുന്ന രംഗങ്ങൾ. എന്നാൽ ഞാൻ ഈ അടുത്ത സമയത്ത് ചില പ്രസംഗങ്ങൾ കേൾക്കാനിടയായി. പാപം ചെയ്യും, മനുഷ്യൻ ചെയ്യും, അതിനെ ലഘുവായി ചികിത്സിക്കുന്നു. പാപമൊക്കെ വരും, പാപം വരില്ലെന്ന് പറഞ്ഞ് അങ്ങനെയല്ല പറഞ്ഞ് അദ്ദേഹം പറയുകയാണ്, പറഞ്ഞ ദൈവ വൈതൽ പറയുകയാണ്. ഞാൻ വളരെ സങ്കടത്തോടെ ഞെട്ടലോടെ ഞാൻ കേട്ടു, പാപത്തെ ലഘുവായി ചികിത്സിക്കുന്നു. എന്നാൽ നാം ഇവിടെ കൂടി വരുന്നവരെങ്ങനെ വേണം? ഒരു കാരണവശാലും മരിക്കേണ്ടി വന്നാലും ഞാനൊരു വ്യാജം പറയുകയില്ല. എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും, എത്ര കോടി രൂപയുടെ നഷ്ടം വന്നു പറഞ്ഞാലും എൻ്റെ ഈ നാവ് ഞാൻ ക്രിസ്തുവിന് കൊടുത്തതാണ്. ഒരു കാരണവശാലും ഒരു വ്യാജം പറയുകയില്ല. ഞാൻ ഒരു കാരണവശാലും പാപത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കുകയില്ല. ഒരഴുക്ക് ചിന്തയ്ക്ക് ഞാൻ ഒരിക്കലും വശമതനാകുകയില്ല. ഒരു ചിന്ത വരാൻ തുടങ്ങുമ്പോഴത്തേക്കും കർത്താവെ തിരുരക്തത്താൽ എന്നെ പൊതിഞ്ഞുകൊള്ളണമേ എന്നോർത്ത് അങ്ങനെ എപ്പോഴും കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും സംശയിക്കേണ്ട ആവശ്യമില്ല. ജീവനുള്ള ദൈവം വരുത്തേണ്ടവരെല്ലാം ഇവിടെ കൂട്ടിവരുത്തിക്കോളും. ജീവനുള്ള ക്രിസ്തു പ്രവർത്തിച്ചുകൊള്ളും. അതിന് വലിയ ഉന്നതന്മാരായ ആളുകൾ പ്രസംഗിക്കാൻ വേണമെന്നില്ല. നമ്മെപ്പോലെ എല്ലാവരും, ഞങ്ങളെപ്പോലെ എന്നല്ല പറഞ്ഞ്, നമ്മെപ്പോലെ ഓരോരുത്തരും ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഒന്നിനും കുറവില്ലാതെ ജീവനുള്ള ദൈവം നമ്മെ നടത്തുന്നു. എല്ലാവരുടെയും നാവിലൂടെ വന്നത് എന്താണ് പ്രിയപ്പെട്ട ദൈവജനമേ? ആ ഒരു കാര്യമേ നമുക്ക് പറയാനുള്ളൂ. ഒന്ന്, പാപം കൂടാതെ പൂർണ്ണ വിശുദ്ധരായി ജീവിക്കണമെന്ന്, മുദ്രയുള്ളവരായി ജീവിക്കണമെന്ന്, നാശം നമുക്ക് വരാൻ ഇടവരരുതെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തൊരു ധൈര്യമാണെന്നറിയാമോ, എന്തൊരു പ്രാഗൽഭ്യമാണെന്നറിയാമോ? ലോകം നമ്മെ എന്തു വേണേലും പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ചിന്തിക്കുന്നത്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താണ്? എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22:14 വാക്യം ഒന്ന് വായിക്കൂ. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ, ശ്രദ്ധയോടെ കേട്ടിരുന്നോളണം, കാര്യം തീർക്കുന്ന ഒരു നാളുണ്ടെന്ന്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? മനുഷ്യ, നീ ഇന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, നീ പറയുന്ന വാക്കുകൾ, നീ ചിന്തിക്കുന്ന ചിന്ത, നീ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ, ഇതിനെല്ലാത്തിനും കണക്ക് പറയേണ്ട ഒരു ദിവസം വരുമെന്ന്. എന്താണ്? ഒന്നുകൂടെ വായിക്കൂ. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ധൈര്യത്തോടെ നമുക്ക് നിൽക്കാൻ കഴിയും. ലോകം നമ്മെക്കുറിച്ച് എന്ത് വേണേലും പറഞ്ഞുകൊള്ളട്ടെ, എത്ര കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ, എത്ര ശാപഗ്രസ്തരാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ, തിരുവചനം കൈകൊണ്ട് തൊടാൻ യോഗ്യതയില്ലാത്തവരാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ, എന്തെല്ലാം പറഞ്ഞാലും കാര്യം തീർക്കുന്ന നാളിൽ എൻ്റെ മുഖം ഉയർന്നു നിൽക്കണമെങ്കിൽ, എൻ്റെ മുഖത്ത് നന്ന് ലജ്ജ ഇല്ലാതെ ഞാൻ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പാപം വരരുത്. പാപത്തോട് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാനിട വരരുത്. നാം ഇവിടെ കൂടി വരുന്നവർ വിശുദ്ധന്മാരുടെ ഒരു സംഘമായി മാറണം. കുറച്ച് പേര് മതി, ഒത്തിരി പേര് വേണമെന്നില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഞങ്ങൾ കൂടിയപ്പോൾ, ഞങ്ങളിത് ആലോചിച്ചപ്പോൾ, നാം എല്ലാവരും ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറയുള്ളൂ, ഇവിടെ ആരും വേറെ നേതാവില്ല, ഒരിക്കലും നേതാവ് ഉണ്ടാകുകയുമില്ല. ഒരുവനത്രയും നമ്മുടെ ഗുരു. കൂടെ ഞങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാവോ? ഞങ്ങൾ ചില പാഠങ്ങൾ പഠിച്ചു വന്നുകൊണ്ടല്ല, നാം ചില പാഠങ്ങൾ പഠിച്ചു വന്നുകൊണ്ട് ഒരു കാരണവശാലും ഒരു നേതാവ് ഉണ്ടാകാൻ പാടില്ല. നേതാവ് ആരാണ്? ഉറക്കെ പറയൂ. ഒരുവനത്രേ നമ്മുടെ ഗുരു, ഒരുവനേ ഗുരുവുള്ളൂ. ഒരുവനത്രേ നമ്മുടെ യജമാനൻ, യേശു മാത്രം. വേറെ ആരിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകരുത്. യേശു എങ്ങനെയായിരുന്നോ അതുപോലെ മാത്രമേ നാം ജീവിക്കാവുള്ളൂ. കാര്യം തീർക്കുന്ന നാളുണ്ടെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവ ഭയത്തോടെ വേണം ജീവിക്കാൻ, വിശുദ്ധിയോടെ വേണം ജീവിക്കാൻ. ഒരു പരമാണുവിൽ പോലും തെറ്റുവരരുത്. ആര് തിരുത്താൻ പറഞ്ഞാലും തിരുത്താനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് പറഞ്ഞു കൊള്ളട്ടെ, എനിക്ക് എന്നും തിരുത്തൽ തരുന്നവരാണ് ഈ ഇരിക്കുന്നവർ. ഞാൻ നിങ്ങളെല്ലാവരെയും ആദരിക്കുന്നു, ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഓരോരോ കാര്യങ്ങൾക്ക് തിരുത്തൽ തരുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ, ഞാൻ അങ്ങേറ്റവരെല്ലാവരെയും ആദരിക്കുന്നു. ഞാൻ ഈ വന്ന് കൂടിയിരിക്കുന്ന എല്ലാവരേക്കാളും പാപികളിൽ ഒന്നാമനെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇതുപോലെ നാം ഓരോരുത്തരും എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം പറയണം. വേറെ ഒരു യോഗ്യതയും വേണ്ട പ്രിയപ്പെട്ട ദൈവജനമേ. എന്ത് യോഗ്യത ഉണ്ടായാലും അതെല്ലാം കറപുരണ്ട തുണി പോലെയാണ്. ആകെ എൻ്റെ മനസ്സിലൊരു ചിന്ത വേണം, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൊരു ചിന്ത വേണം. എനിക്കൊരു വിശുദ്ധനായി തീരണം, എനിക്കൊരു ശുദ്ധിമതിയായി തീരണം, എനിക്കൊരു പൂർണ്ണ വിശുദ്ധനായി തീരണം. എന്താണ്? കർത്താവേ, ഞാൻ ഒന്നുമായില്ല എന്നുള്ള തിരിച്ചറിവ്, കർത്താവേ ഞാൻ ഏതുമില്ല എന്നുള്ള തിരിച്ചറിവ്, കർത്താവേ ഞാൻ അവിടുത്തെ സ്വഭാവമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ ഏതുമില്ല എന്നെനിക്ക് കാണാനുള്ള കണ്ണ് കാഴ്ച, അതാണ് ശരിയായ വെളിവ് നാം ഓരോരുത്തർക്കും വേണം. ഒരിക്കലും നാം തെളിഞ്ഞു എന്ന് തോന്നരുത്. എത്ര വചനം പറയുന്ന ഞങ്ങളാണെങ്കിലും, ഞങ്ങൾ ആര് ദൈവമക്കളാണെങ്കിലും, ഞങ്ങൾക്ക് ആർക്കും തെളിഞ്ഞെന്ന് ഒരിക്കലും തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നിയാൽ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ അങ്ങനെ തോന്നാൻ പോലും പാടില്ല എന്ന്. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ നിൽക്കുമെന്ന് തോന്നുമ്പോൾ തന്നെ വീണ് കഴിഞ്ഞു. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന്
നാം ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ മരിച്ചാൽ എന്താണ്, എന്ത് സംഭവിച്ചാൽ എന്താണ്, ഒരാറ്റത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ആരും വന്നില്ലെന്നിരിക്കട്ടെ, ഇങ്ങോട്ട് വന്നില്ലെങ്കിലും എന്തില്ല, നമുക്കൊരു പരാതിയില്ല. കാരണം മരിച്ച ശേഷം പിന്നെ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ദൈവരാജ്യത്തിൽ എത്തുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരു സംശയമില്ല. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞാൻ എന്തുമാത്രം യാത്ര നടത്തിയിട്ടുള്ള മനുഷ്യനാണ്. എത്ര ഫ്ലൈറ്റ് യാത്ര നടത്തിയിട്ടുണ്ട്. എത്രയോ ചെറുപ്പത്തിൽ തുടങ്ങി. ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് അന്ന് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞൊരു എയർലൈൻ ഉണ്ടായിരുന്നു. അന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടില്ല, ചെറിയ എയർപോർട്ട്, സൈനികരുടെ എയർപോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മുതൽ യാത്ര ചെയ്യുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, എന്തെങ്കിലും ഞാൻ അവിടെ ആ ഫ്ലൈറ്റ് കത്തി അങ്ങ് ദ്രവിച്ചു പോയി, അല്ല അങ്ങനെ അങ്ങ് കത്തിച്ചാരമായി തീർന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് പിന്നെ ശവടക്ക് കിട്ടാൻ പറ്റുമോ? ഫോട്ടോ വെച്ചടക്കായിരിക്കും അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയേ, പറ്റുമോ? ചാരമായി പോയി, കത്തിച്ചാരമായി പോയി, സെക്കൻഡ് നേരം മതി. എന്നാൽ വേറെ ഒന്നും നടന്നില്ലെങ്കിലും ഏത് സമയത്ത് കടന്നുപോയാലും ഞാൻ എൻ്റെ പ്രാണപ്രിയനായ യേശുവിൻ്റെ രാജ്യത്തേക്ക് പറന്നു പോകുന്നുള്ള ചിന്ത നമ്മളിൽ ആർക്കെല്ലാം ഉണ്ട്. പക്ഷേ ആ ചിന്ത ഉണ്ടായിരിക്കുന്നവരായിരിക്കണം ഇവിടെ ചേർന്ന് വരുന്നവർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സത്യമാണ്, നാം ഏതാനും ചിലർ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പാവപ്പെട്ട മുക്കുവരിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ കീഴ്മേൽ മറച്ചതുപോലെ നമ്മിൽ നിന്നുകൊണ്ട് അനേകർ യേശുക്രിസ്തുവിൻ്റെ ആശ്വാസം കണ്ടെത്തുവാനിട വരും. കരയുന്ന അനേകരുടെ കണ്ണുനീര് നമുക്ക് തുടയ്ക്കാനിട വരും. അനേകർ കരയുന്നവരുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ ഓർത്ത് കരയുന്നവരുണ്ട്. ആ കണ്ണുനീര് തുടയ്ക്കുക എന്തൊരു ഭാഗ്യമാണ്. വിധവമാരായ എത്ര പേരുണ്ട്, മക്കൾ മരിച്ചുപോയ ആളുകളുണ്ട്, അപ്പം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുണ്ട്. ഏതെല്ലാം വേദനകളിലും യാതനകളിലും വീടിന് ജപ്തി വരുമോ എന്നോർത്ത് ആദി പിടിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട് നമ്മളിലുണ്ട്. മാത്രമല്ല ഇനി വീട് നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. മാത്രമല്ല നമ്മളിൽ മാത്രമാണുള്ളൂ, നമ്മൾ ഈ ഒരു ചെറിയ കൂട്ടമല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പറയുന്നത് എന്താണെന്നറിയാമോ? ഒരേ ഒരു ചിന്ത മാത്രം, എനിക്ക് കാര്യം തീർക്കുന്ന ഒരു നാളുണ്ടാവും. അന്ന് എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കണം, എനിക്ക് ധൈര്യത്തോടെ നിൽക്കണം, എനിക്കൊരു പൂർണ്ണ വിശുദ്ധനായി അക്കരെ നാട്ടിലേക്ക് പറന്നു ചെല്ലണം. അത് മതിയില്ലേ? പോരെ? അതും പോരെ നിങ്ങൾക്ക്? പ്രിയപ്പെട്ട ദൈവജനമേ, ഓരോരുത്തരും ഓരോ തീപ്പന്തങ്ങളായി ഇവിടുന്ന് പോകാൻ ഇടവരണമെന്ന്, ഓരോ തീപ്പന്തങ്ങളായി തീരണമെന്ന്. അതിന് വേറെ ആവശ്യമില്ല. പ്രിയ ദൈവജനമേ, വീണ്ടും എന്തുകൊണ്ടാണ് പറയുന്നറിയാമോ? ഒരിക്കലും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. പാപം ഒരു കാരണവശാലും മരിക്കേണ്ടി വന്നാലും എൻ്റെ ജീവിതത്തിലൊരു പാപം വരില്ല എന്ന് വ്യക്തമായൊരു തീരുമാനമുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. മലാഹി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിലല്ലേ പറയുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഒന്ന് വായിക്കൂ, ചൂള പോലെ കത്തുന്ന ദിവസം വരും. ഇന്ന് വലിയ ആളുകൾ, എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ, എല്ലാ രീതിയിലും ഞങ്ങൾ വിശുദ്ധരാണെന്നും മറ്റുള്ളവർ എല്ലാം കുഴപ്പക്കാരാണെന്നും പറഞ്ഞു നടക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു ദിവസം വരും. എന്നാണ്? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. പിന്നെ വരുവാനുള്ള ആ ദിവസം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ പ്രിയ ദൈവജനമേ. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. എല്ലാവരെയും ദഹിപ്പിച്ചു കളയുമെന്ന്. ഇന്ന് അഹങ്കാരത്തോടെ ജീവിക്കാം, ഇന്ന് എന്തും പറയാം, ഇന്ന് ആരുടെ മേൽ കുതിര കയറാം, ഏത് കാര്യവും വായ കൊണ്ട് പറയാം, എന്തും നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഒരു ദിവസം വരുമെന്ന്, കാര്യം തീർക്കുന്ന നാള്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. അന്ന് നാം എന്ത് ചെയ്യും? 6:12 വെളിപ്പാട് 6:12 മുതൽ 17 വരെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ശ്രദ്ധിച്ചിരുന്നാൽ മതി, വിശദീകരിക്കുന്നില്ല. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഇതെല്ലാം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു, വായിച്ചോളൂ. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത്തിവൃക്ഷത്തിൽ നിന്ന് കായ്കൾ വലിയ പെരുങ്കാറ്റടിക്കുമ്പോൾ, പെരുങ്കാറ്റടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുഴുവനും താഴേക്ക് പിടിപിടൊന്ന് വീഴും. ഇല്ലേ? ചിന്തിച്ചു നോക്കിയാൽ വീഴൂലേ? അതുപോലെ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്? നക്ഷത്രങ്ങളെല്ലാം താഴേക്ക് വീഴുമെന്ന്. നക്ഷത്രങ്ങൾ വീഴുമെന്ന് ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ചത്. എന്തോ ഒരു നക്ഷത്രമുണ്ട്, അറിയാൻ പാടില്ലായിരുന്നു. മണ്ടശിരോമണിയെ എനിക്കിതൊന്നും മനസ്സിലാവില്ലായിരുന്നു, അറിയാനും പാടില്ലായിരുന്നു, വായിക്കാനും പറ്റിയിട്ടില്ല. എന്നാൽ നിങ്ങൾക്കും വായിച്ചു നോക്കാം. ദാനിയേൽ ബൈബിള്, റെഫറൻസ് ദാനിയേൽ ബൈബിള്. പ്രിയപ്പെട്ട ദൈവദാസൻ പറഞ്ഞു അതൊന്ന് വായിക്കുന്നത് നല്ലതെന്ന്. ഞാനത് തപ്പിയെടുത്തു, വായിക്കാൻ നോക്കി. വായിച്ചു വരുമ്പോഴേ ഞാൻ ആദ്യത്തെ ഒരു ഭാഗത്ത് എഴുതിയേക്കണം ഇങ്ങനെയാണ്, 1000 കോടി ഗാലക്സീസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ നോക്കി എന്താണ് ഈ ഗാലക്സികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കണേ, 1000 കോടി ഗാലക്സികളുണ്ടെന്ന്. ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ,
ഒരു ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നക്ഷത്രമാണെന്നാണ് നിങ്ങൾ ചിന്തിച്ച് വെച്ചേക്കണേ? 200,000 കോടി നക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണ് ഒരു ഗാലക്സി. മനസ്സിലായോ? 200,000 കോടി നക്ഷത്രങ്ങൾ കൂടുന്നതാണ് ഒരു ഗാലക്സി. അങ്ങനെ 1000 കോടിയിൽ കൂടുതൽ ഗാലക്സി ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തെ ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ച ജീവനുള്ള ദൈവം, ഈ ദൈവം ആരാണ് പ്രിയപ്പെട്ട ദൈവജനമേ? ഈ ദൈവം ആരാണ്? ഈ ദൈവം എൻ്റെ അപ്പനാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ ദൈവം എന്നെ യുഗങ്ങൾക്ക് മുമ്പ് കണ്ടവനാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഈ ദൈവം എന്നെ ഓമനപ്പേരത്തിൽ വിളിച്ചിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഈ ദൈവം എന്നെ നിത്യതയിൽ എത്തിക്കുമെന്ന് പറയാൻ ധൈര്യമുണ്ടോ? നാം എന്ത് ഭയത്തോടെയും വിറയലോടുകയാണ് ജീവിക്കേണ്ടത്? ഓ നിത്യപരിശുദ്ധ തേജോമയനായ ദൈവം ഒരു വാക്കുകൊണ്ട് ഈ ഭൂമിയെ മുഴുവൻ ഉണ്ടാക്കിയെന്ന്. ഒരു സൂര്യനൊരു നക്ഷത്രമെന്ന് എല്ലാവർക്കും അറിയാം, ഇല്ലേ? എത്ര ദൂരെയാണെന്നറിയാം സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്? 148.8 ദശലക്ഷം കോടി. 148.8 ദശലക്ഷം കോടി അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. ദൈവം ആരാണെന്നാണ് പറഞ്ഞു വരുന്നത്? ഈ ജീവനുള്ള ദൈവം. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 148 കോടി എന്നല്ല പറഞ്ഞേ, 148.8 ദശലക്ഷം മൈൽ അകലെയാണെന്ന് സൂര്യൻ നിൽക്കുന്നത്. ഒരല്പം സൂര്യനൊന്നും അടുത്ത് വന്നാൽ കരിഞ്ഞു പോകും. ഒരല്പം സൂര്യനൊന്ന് അകന്നു പോയാൽ ഇതൊരു പിണ്ടമാകുമെന്ന്, ഒരു ഐസ് കട്ട പോലെ ആയി പോകും. കേൾക്കണ്ടോ? ഈ ദൈവം ഇതിനെല്ലാത്തിനെയും നിർമ്മിച്ച് യഥാസ്ഥാനത്താക്കി, യഥാസ്ഥാനത്താക്കി. ഗാലക്സികളെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഓരോ നക്ഷത്രങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം നമ്മുടെ ദൈവത്തിൻ്റെ വലിപ്പം അറിയുന്നുണ്ടോ? ആ ദൈവം ആരാണെന്ന്? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാം ചിന്തിച്ചാൽ നമുക്ക് അന്തമുണ്ടോ? ആ ദൈവം കണക്ക് തീർക്കുന്നൊരു നാളുണ്ടെന്ന്. ഒരു ദിവസം കണക്ക് തീർക്കുമെന്ന്. എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? കാര്യം തീർക്കുന്ന നാളിൽ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? പാപം ജീവിതത്തിൽ വരരുത്. ഒരു കാരണവശാലും പാപം ജീവിതത്തിൽ വരരുത്. വിശുദ്ധിയോടെ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കേണ്ട? അവസാനത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നു 6:16 16 കൂടെ ഒന്ന് വായിക്കൂ. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും. കേട്ടോ, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും എല്ലാവരും, ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും. കേട്ടോ, സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. കേട്ടോ, പറയുന്ന ഒരു ദിവസം വരുമെന്ന്, ചൂള പോലെ കത്തുന്ന ദിവസം വരുമെന്ന്. അഹങ്കാരികളായി എല്ലാവരും അന്ന് താളടിയാകുമെന്ന്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിനെന്ന്. ഇന്ന് എന്തും നമുക്ക് ചെയ്യാം. ഇന്ന് ആരും കാണില്ല. ഹൃദയത്തിൽ എന്തും ചിന്തിക്കാം. എന്ത് വികാരങ്ങൾക്കും അടിമപ്പെട്ട് നമുക്ക് ജീവിക്കാം. എന്നാൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കാര്യം തീർക്കുന്ന ഒരു നാളുണ്ടെന്ന്. അന്ന് നമ്മുടെ മുഖം ലജ്ജിച്ചു പോകാനിട വരരുത്. എൻ്റെ പേര് വിളിക്കുന്നൊരു ദിവസമുണ്ടെന്ന്. അന്ന് ഞാൻ നല്ലവനും വിശ്വസ്തനുമായി ദാസനെ എന്നുള്ള പേര് വിളി കേട്ടുകൊണ്ട് അക്കരെ നാട്ടിലേക്ക് പറന്നു പോകണമെന്ന്. അതുകൊണ്ട് എന്ത് വേണം? ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവത്തിൻ്റെ ദാസൻ എഴുന്നേറ്റ് പ്രസംഗം പറയാൻ തുടങ്ങും. പറയുമ്പോൾ ഇന്ന് എന്ത് വേണം? കർത്താവേ, മുദ്ര തരാതെ ഞങ്ങളെ വിടരുത് എന്ന് എക്സ്കൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ഇന്ന് തങ്ങളുടെ ജീവിതത്തിലെ മ്ലേച്ഛത കണ്ടുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപമുണ്ടെന്ന് കണ്ടുകൊണ്ട് എന്ത് വേണം? നെടുവീർപ്പിട്ട് കരയുന്നവരുടെ മേൽ മുദ്ര കിട്ടുമെന്ന്. ഇന്ന് ഈ കർത്താവ് അനേകം പ്രാവശ്യം മുദ്ര തന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും നാം കൂടുതൽ തരുമ്പോൾ മുദ്ര തരികയാണ്. ഇന്നും മോതിരം പ്രാപിച്ചുകൊണ്ട്, ഇന്നും മുദ്രയില്ലാതെ ഒരു കുഞ്ഞു പോലും ഇവിടുന്ന് പോകാനിട വരുത്. ഇന്ന് ആദ്യമായിട്ട് വന്നവരായിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കൂ. സ്വർഗത്തിലെ ദൈവം ഇന്ന് അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.